ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. बड़े प्रार्थना के साथ प्रभु की उपस्थिति में बने रहें। ലൂക്കോസിന്റെ സുവിശേഷം लूका का सुसमाचार അതിന്റെ 15-ാം അധ്യായത്തിൽ उसके 15वें अध्याय में 3 ഉപമകൾ യേശു പറഞ്ഞിട്ടുണ്ട്. 3 दृष्टांतों को यीशु मसीह ने कहा है പ്രത്യേക സാഹചര്യത്തിൽ ദൈവം പറഞ്ഞതാണ്. और यीशु ने एक प्रत्येक अवस्था में इन दृष्टांतों को बोला है। ദാവീദ് മഹാരാജാവ് ഒരിക്കലൊരു മഹാപാപത്തിൽ വീണു. दाऊद राजा जो है एक समय ऐसा हुआ कि वो एक महापाप में फंस गए। എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ദൈവം ഒരു പ്രവാചകനെ അയച്ചു. उस समय परमेश्वर ने अपने एक नबी को, एक भविष्यवक्ता को उनके पास भेजा പ്രവാചകന്റെ പേരാണ് നാഥാൻ. और उस भविष्यवक्ता का नाम था नातान। അദ്ദേഹം സംസാരിക്കുന്നത് രാജാവിനോടാണ് ദൈവശബ്ദം സംസാരിക്കുന്നത്. ये भविष्यवक्ता अब राजा के सामने आकर राजा से भविष्यवाणी कर रहे हैं താന് ഒരു ആടുകളെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. और उन्होंने एक भेड़ के बारे में एक दृष्टांत के रूप में उन्होंने बताना शुरू किया। ആ ആടുകളെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് രാജാവിനോട് അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, ആ മനുഷ്യൻ നീ തന്നെ. और उस राजा से उस भेड़ के बारे में भेड़ों के बारे में बता के आने के बाद आखिर में वो भविष्यवक्ता दाऊद से कहते हैं कि वो व्यक्ति तू ही है। നിലത്ത് വീണ് കരയുന്ന ഒരു രാജാവിനെ കാണാൻ പറ്റും. वहां पर जमीन पर या भूमि पर गिर कर रोने वाले उस राजा को हम देख सकते हैं। അപ്പം ചില കാര്യങ്ങൾ കർത്താവ് സംസാരിക്കുന്നത് നമ്മുടെ മടങ്ങിവരവാണ്, നമ്മുടെ സമർപ്പണമാണ്. और कुछ बातों को परमेश्वर जो हमसे करते हैं, कहते हैं, वो हमारे वापसी आने के लिए होता है। प्रियो, ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം यहाँ पर परमेश्वर का वचन ലൂക്കോസ് 15-ന്റെ 1 മുതൽ അവസാന വാക്യങ്ങൾ വരെ നമ്മൾ വായിക്കുമ്പോൾ लूका पहले पद से लेकर लूका 15वें अध्याय के पहले पद से आखिरी पदों तक जब हम पढ़ते हैं, ആദ്യം കാട്ടിൽ കാണാതെ പോയ ഒരു വിഷയത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. सबसे पहला जंगल में खोई हुई एक विषय के बारे में बताया है। രണ്ടാമത് വീട്ടിൽ കാണാതെ പോയ ഒരു വിഷയത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. दूसरा भाग है जो घर के अंदर खोए हुए एक विषय के बारे में बताया गया है। മൂന്നാമത് നാട്ടിൽ കാണാതെ പോയ ഒരു വിഷയത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. और तीसरा शहर में खोए हुए एक हालेलुया बात के बारे में वहां पर बताया है। നഷ്ടപ്പെടൽ, കാട്ടിൽ നഷ്ടപ്പെട്ടത്, और जंगल में जो चीज खोई है, വീട്ടിൽ നഷ്ടപ്പെട്ടത്, घर में जो चीज खोया है, നാട്ടിൽ നഷ്ടപ്പെട്ടു പോയ വിഷയം. शहर में जो विषय खोया है, ഈ നഷ്ടങ്ങളെ മുഴുവനും കർത്താവ് തിരിച്ചു പിടിച്ചതിനെ കുറിച്ചാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. इन सारे हालेलुया नष्टों को परमेश्वर ने, जो भी खोई हुई चीजें थी, दोबारा हासिल किए हुए अनुभव के बारे में इन तीनों पदों में बताया है। പ്രിയരെ, നഷ്ടപ്പെടലുകളും നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു കയറുന്ന അനുഭവങ്ങളാണ്. प्रियो हालेलुया, चीजें जो हमारे जीवन से खो जाना या नष्ट हो जाना, ये सब कुछ हमारे लहू में मिला हुआ है, ये हमारे साथ साथ रहता है। യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. मगर यीशु के लहू से उद्धार पाए हुए लोगों के लिए मैं प्रभु का धन्यवाद करता हूँ। ഞാൻ പറഞ്ഞത് ആദാമിനെ കുറിച്ചും ഹവ്വായെ കുറിച്ചുമാണ് ഞാൻ പറഞ്ഞത്. मैंने जो बताया आदम और हव्वा के बारे में मैंने बताया है। ഭാഗ്യങ്ങളുടെ മേൽ ഭാഗ്യ പദവിയിൽ ജീവിച്ചവരാണ് അവർ. देखो, सौभाग्य में और भी उस धन्य अनुभव में जिए हुए लोग थे वे दोनों। കേവലം ഒരു ചെറിയ ഫലത്തിന്റെ അകത്താണ് അവർ വലിയ നന്മയെ നശിപ്പിച്ചത്. मगर केवल छोटे से एक फल को खाने की वजह से उन्होंने बहुत बड़े आशीषों को खो दिया है। ഇത്ര വലിയൊരു അനുഗ്രഹത്തിലായിരുന്നു ദൈവം അവരെ ആക്കി വെച്ചത്. उतने बड़े आशीष में परमेश्वर ने उनको रखा था। ഒരു ചെറിയ ഫലത്തിന്റെ പേരിൽ അവരാ ആ ഭാഗ്യ പദവി മുഴുവനും നഷ്ടപ്പെടുത്തി. मगर छोटे से एक फल के हालेलुया वजह से उन्होंने अपने उस सौभाग्य के अनुभव को नष्ट कर दिया। അപ്പോൾ നഷ്ടപ്പെടലുകളും നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങളും ആദ്യം മുതലേ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. तो प्रियो, नष्ट होना या हालेलुया आशीषें खो जाना, ये शुरुआत से ही हमारे साथ साथ बना रहा है। നഷ്ടപ്പെട്ടതിനെ തിരിച്ചെടുത്തതാണ് നമ്മുടെ യേശു കർത്താവ്. मगर जो कुछ खोया है, जो कुछ नष्ट हुआ है, उसको हमारे यीशु मसीह ने दोबारा हासिल किया है। ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെടുത്തലുകളുടെ അകത്ത് ജീവിക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. इन दिनों में उन नाश में या फिर खोए हुए अनुभव में जीने के लिए नहीं, जो परमेश्वर हमसे चाहते हैं। നഷ്ടപ്പെട്ടു പോയതിനെയൊക്കെ ദൈവഹിതപ്രകാരം അതിനെയൊക്കെ തിരിച്ചെടുക്കുവാൻ ദൈവം നമുക്ക് ശക്തിയും ബലവും നൽകട്ടെ. मगर जो कुछ हमारे जीवन में नष्ट हुआ है, वो सब कुछ दोबारा हासिल करने के लिए परमेश्वर हमें सामर्थ्य और बल दे। പുതിയ നിയമസഭ പഠിക്കുമ്പോൾ പുതിയ നിയമസഭയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. नए नियम कलीसिया के बारे में जब हम सीखते हैं, तो कलीसिया में बहुत सारी चीजें जो है नष्ट हो चुकी है.
ആദ്യകാല ഉണർവുകൾ ദൈവസഭയിൽ നഷ്ടപ്പെട്ടിരിക്കുക. प्रथम युग की हालेलुया बेदारियां जागृतियां जो है कलीसिया में इस समय में नष्ट हो चुका है। അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആത്മീയ ഉണർവുകളൊക്കെ മുഴുവനും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുക. और प्रेरितों के समय में भी जो आत्मिक बेदारियां हुआ करती थी वो आजकल सब कुछ नष्ट हो चुका है, അതിനുശേഷം അവരൊക്കെ ഭയങ്കര അനുഭവത്തിലൂടെ ദൈവത്തെ സ്തുതിച്ചു വരാം. क्योंकि वे लोग सब परमेश्वर के उस बड़े अनुभव में प्रभु की सेवा करने वाले लोग थे। പിന്നീട് നമ്മൾ കണ്ട തലമുറയെല്ലാം അഭിനയക്കാരും അനുകരണക്കാരും മാത്രമായിരുന്നു. मगर आगे को जिन पीढ़ियों को हम देखते आ रहे हैं, हमने जो देखा है वो सब केवल हालेलुया एक नाटकीय रूप में या दिखावे के रूप में प्रभु की सेवा करने वाले लोग हैं। ഇന്ന് ഒരു അനുസരണയില്ലാത്ത ഒരു തലമുറയിൽ നാം ജീവിക്കുന്നു. और आज हम ऐसी एक पीढ़ी में आ पहुंचे हैं, युग में आ पहुंचे हैं जहां पर हालेलुया लोग आज्ञाकारी भी नहीं है। ആദ്യകാലത്തെ ഉണർവിലേക്ക്, അനുഭവത്തിലേക്ക് നമുക്കതിനെയൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. प्रथम युग के उन हालेलुया अनुभवों को हम दोबारा हासिल कर पाए, उसके लिए मैं प्रार्थना करता हूं। ഹല്ലേലൂയ. നഷ്ടപ്പെട്ടതിനെയൊക്കെ തിരിച്ചെടുക്കുന്ന ഒരു ദൈവം. और जो कुछ नष्ट हुआ है उसको दोबारा हासिल करने वाला वो परमेश्वर। ഇതിന്റെ 8-ാമത്തെ വാക്യം തൊട്ട് 9-ാമത്തെ വാക്യം വരെയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. और आज हम मनन जो करेंगे उसके 8वें हालेलुया और 9वें पद पर हम मनन करेंगे। അതിന്റെ അകത്ത് ഒരു സ്ത്രീയും അവർക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു. ഒരു ദ്രഹ്മ കാണാതെ പോയി. അവൾ വിളക്ക് കത്തിച്ചു, വീട് അടിച്ചുവാരി, അത് കണ്ടു കിട്ടും വരെയും സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടു കിട്ടിയാൽ കൂട്ടുകാരികളെയും അയൽക്കാരികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞ ചില ഭാഗങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. वहां पर हम 8वें 9वें पद में देखते हैं वचन यही कहता है, एक स्त्री के बारे में हालेलुया वहां लिखा है कि एक ऐसी स्त्री होगी जिसके पास 10 सिक्के हो और उनमें से एक हो जाए तो वो दिया जलाकर और घर झाड़ बुहाकर जब तक मिल ना जाए जी लगाकर खोजती ना रहे। जब मिल जाता है तो अपने सखियों पड़ोसियों को इकट्ठा करके कहती है मेरे साथ आनंद करो क्योंकि मेरा खोया हुआ सिक्का मिल गया है। ഹല്ലേലൂയ. അവിടെ हमें കുറിച്ച് എഴുതിയിട്ടുണ്ട് ആ ഭാഗത്ത്. वहां पर स्त्री के बारे में लिखा गया है। ഞാൻ പറഞ്ഞല്ലോ 3 ഭാഗങ്ങൾക്കകത്തും നഷ്ടങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. देखो मैंने आपको बताया 15वें अध्याय में तीनों भागों में जो चीजें खोई हुई है उसके बारे में बताया है। പക്ഷേ ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു വാക്യമാണ് നാം വായിച്ചിരിക്കുന്നത്. मगर आज जो हमारे लिए जरूरत है उस वचन को हमने पढ़ा है। അതിന്റെ അകത്ത് ഒരു സ്ത്രീയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. यहाँ पर एक स्त्री के बारे में लिखा है, 10 ദ്രഹ്മ ഉണ്ടായിരുന്നു. उसके पास 10 सिक्के थे। ശരിക്കും അത് ഒരു കറൻസിയെ കുറിച്ചാണ് പറയുന്നത്. वहां पर एक पैसों के बारे में बताया गया है। പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കറൻസി. पुराने समयों में इस्तेमाल किया गया हुआ पैसा था या करेंसी था ये। അന്ന് അവിടുത്തെ രാജാവിന്റെ മുദ്രയുള്ള ഒരു കറൻസി. और वो सिक्का जिसमें वहां के राजा का मुहर लगा होता है। ഇന്ത്യയിൽ പൈസയെന്നും അമേരിക്ക ഡോളറെന്നും പല ലാംഗ്വേജിലൊക്കെ കുവൈറ്റിൽ ദിനാർ എന്നൊക്കെ നാം പറയാറുള്ളത് പോലെ തന്നെ അന്നത്തെ കറൻസി. और जैसे भारत में रुपए, यूएस में जाए तो डॉलर्स, जैसे कुवैत में जाए तो दिनार हालेलुया, वैसे ही उस समय के वहां पर उस सिक्के होते थे। രാജാവിന്റെ മുദ്രയുള്ള ഒരു 10 ദ്രഹ്മയെ കുറിച്ച് പറയുന്നു. और राजा का मुहर जिसमें लगा हुआ है उन 10 सिक्कों के बारे में यहाँ पर बताया गया है। ഇന്നത്തെ കാലത്ത് ഒരാൾ ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടുന്നതാണ് ഒരു ദ്രഹ്മ. और उस समय एक व्यक्ति जब एक दिन पूरा मेहनत करता है तो एक सिक्का उन्हें मिलता है। അന്ന് ഹല്ലേലൂയ അവരുടെ കയ്യിൽ 10 ദ്രഹ്മ വന്നു. मगर हालेलुया उस स्त्री के हाथ में 10 सिक्के आ गए करके हम देखते हैं। യേശു ആ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള ഒരു ഉപമയാണ് യേശു പറയുന്നത്. और यीशु मसीह उस युग के अनुसार का एक दृष्टांत है जो यीशु ने वहां पर बताया है। ഒരു സിസ്റ്റം ആയിരുന്നത്. और वहां का उस समय का एक सिस्टम था ये। ഒരു കല്യാണം, ഒരു പെൺകുട്ടിയെ ഒരു കല്യാണം ആലോചിച്ചാൽ अगर एक लड़की के लिए कोई शादी की बात होती है, ആ കല്യാണം കാണാൻ അല്ലെങ്കിൽ പെണ്ണ് കാണാൻ വന്ന വ്യക്തി അവരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് 10 ദ്രഹ്മ കൊടുത്തിട്ട് പോകും. तो हालेलुया उस लड़की को देखने के लिए जो लड़के के घर वाले आते हैं और उनको वो लड़की यदि पसंद आ जाती है तो उस लड़के के घर वाले उस लड़की को 10 सिक्के देकर जाते थे। അവര് കല്യാണ സമയത്തൊക്കെ വരുമ്പോൾ ഇതൊക്കെ മുടിയിൽ ചൂടിയാണ് അവർ വരുന്നത്. और जब वो शादी के लिए आते थे तो अपने बालों में ये सजा कर वो आती थी। അപ്പോൾ അതിൽ 1 കുറവാണെങ്കിൽ അല്ലെങ്കിൽ 2 കുറവാണെങ്കിൽ
ആ വ്യക്തി വലിയൊരു സംശയത്തിലേക്കും ഒരു പ്രാഗൽഭ്യമില്ലാത്ത ഒരു മേഖലയിലേക്കും അവർ മാറ്റപ്പെടുന്നതായിട്ട് നമ്മൾ ചരിത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. देखो इतिहास में हमने पढ़ा है कि जब वो ये लड़की शादी के लिए आती है तो अपने बालों में इन 10 सिक्कों को सजा कर आना होता है। उसमें से अगर एक या दो भी अगर गुम हो जाता है या कम दिखता है तो उसमें लड़की पर संदेह किया जाता है, काफी समस्या वहां पर आ सकती है। കാര്യം അങ്ങനെ ഒരു സംശയത്തിന്റെ നിഴലിലേക്ക് അവരെ മാറ്റി നിർത്തും. देखो फिर हालेलुया उस लड़की पर संदेह किया जाता है और उसमें काफी परेशानी हो सकती है। അങ്ങനെ വന്ന ആ കാലത്തെ ഒരു സിസ്റ്റത്തിനോട് അനുസൃതമായിട്ടാണ് യേശു ഈ ഉപമ പറഞ്ഞിരിക്കുന്നത്. और उस समय का जो रीति रिवाज था उसके अनुसार ही यीशु ने ये दृष्टांत भी बोला है। ഒരു സ്ത്രീയുടെ കയ്യിൽ 10 ദ്രഹ്മ കൊടുത്തിരിക്കുക. देखो एक स्त्री के हाथ में 10 सिक्के दिए गए हैं। ഒരു വിവാഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അതിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി. और ये स्त्री हम देखते हैं अपने शादी के लिए, अपने विवाह के लिए तैयार हो रही थी അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. और उस शादी की सारी बातें और तैयारियां वहां पर शुरू हो चुकी है। ഇനി ആ വിവാഹ ദിവസം കാത്തിരിക്കുക. अब वो शादी के उस दिन के लिए इंतजार कर रही है। നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ലേ? യേശു ക്രിസ്തുവിന്റെ ആ ജഡത്തിലുള്ള പ്രത്യക്ഷതയിൽ നടന്നത് ഒരു വിവാഹ ഉറപ്പിക്കലാണ് നടന്നത്. നാമും യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു വലിയ മണവാട്ടി സഭയുടെ വിവാഹം പ്രതീക്ഷിച്ചാണ് നാമും പ്രത്യാശയോടെ ഈ ഭൂമിയിൽ കഴിച്ചുകൂട്ടുന്നത്. और हम भी हालेलुया ऐसे अनुभव में ही तो जी रहे हैं। यीशु मसीह जब दुनिया में आए थे हालेलुया उस विवाह के उस विषय के आधार पर हम देख सकते हैं एक मगनी हो चुकी है। अब उस मध्य आकाश में यीशु मसीह जब दोबारा आएंगे उसके साथ हम भी उठा लिए जाएंगे। उस विवाह के लिए हम भी इंतजार कर रहे हैं। നമ്മുടെ കയ്യിലും ദൈവം പരമപ്രധാനമായ ചിലതൊക്കെ ദൈവം തന്നിട്ടുണ്ട്. हमारे हाथों में भी परमेश्वर ने काफी महत्वपूर्ण ऐसे कुछ चीजों को दिया हुआ है। ഹല്ലേലൂയ. അതെല്ലാം നാം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യാനാണ് ഈ മണവാളൻ ആഗ്രഹിക്കുന്നത്. और उन सारे वस्तुओं का हालेलुया जो कुछ हमें दिया गया है विश्वास योग्यता के साथ हम उसको सुरक्षित रखें। हमारा दुल्हा यही चाहते हैं। ഒന്നുപോലും കുറയാതെ അവിടെ എത്തിക്കണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. परमेश्वर भी यही चाहते हैं कि जो कुछ दिया गया है उसमें से एक भी चीज कम ना होने पाए, सब कुछ हम वहां पर पहुंचाएं। ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ഒരു വലിയ വിവാഹ നിശ്ചയം ചെയ്തു. 10 ദ്രഹ്മ അവളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. और इस स्त्री के जीवन में भी हम देखते हैं इसकी शादी हालेलुया इसकी मगनी हो चुकी है। 10 सिक्के भी उसको दे दिए गए हैं। വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു മണവാട്ടി സഭയോടാണ് ഈ സമയത്ത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. हालेलुया मगनी किए हुए एक दुल्हन कलीसिया से है जिससे आज सुबह आज हम बात कर रहे हैं। ദൈവം ഏൽപ്പിച്ചതെല്ലാം ഇന്നും നമ്മുടെ കയ്യിലുണ്ടല്ലോ. परमेश्वर ने जो कुछ हमें सौंपा है क्या आज भी वो सारी चीजें हमारे पास है या नहीं? പോലും കുറഞ്ഞിട്ടില്ലല്ലോ. हम विश्वास रखते हैं कि उसमें से एक भी कम नहीं हुआ है। അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ തുടങ്ങിയതോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതാണ്ട് ഡേറ്റ് ഒക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. और अंतिम दिनों का समय हालेलुया निकट है, इसलिए हालेलुया जो लक्षण इन दिनों में हम देख रहे हैं उससे समझ सकते हैं कि अंतिम दिनों का समय काफी निकट है। നാം നമ്മയും മറ്റുള്ളവരെയും ഒരുക്കുന്ന നിലയിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റട്ടെ പ്രിയരേ. हम अपने आप को हालेलुया और दूसरों को भी तैयार करने के उस अनुभव में हम अपने जीवन को आगे ले चले। ഹല്ലേലൂയ. ഈ സ്ത്രീയുടെ കയ്യിൽ 10 ദ്രഹ്മ ഉണ്ടായിരുന്നു. इस स्त्री के पास 10 सिक्के थे, അതിൽ ഒന്ന് നഷ്ടപ്പെട്ടു. उसमें से एक जो है खो गया। ഈ ദിവസങ്ങളിൽ നമ്മുടെ കയ്യിൽ ഉള്ളതിൽ ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ 2 നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ശോധന ചെയ്യേണ്ട സമയങ്ങളാണ്. और इन दिनों में हमें अपने आप को जांचना है, परखना है और देखना है कि जो हमारे पास दिया गया था उसमें से क्या एक या दो चीज कम तो नहीं हुई है। പ്രിയരേ, നഷ്ടപ്പെടൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യകാലം മുതലുള്ളതാണ്. प्रियो जैसे मैंने बताया ये खो जाना या नष्ट होना जो है शुरुआती समय से लोगों हमारे साथ बना हुआ है। പക്ഷേ നഷ്ടപ്പെടാം. हो सकता है कि नष्ट हो जाए, പക്ഷേ അതിനെയൊക്കെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയട്ടെ. मगर उन सारे खोए हुए वस्तुओं को हम दोबारा हालेलुया ढूंढ निकाले। ആ സ്ത്രീയുടെ കയ്യിൽ ഒരു 10 ദ്രഹ്മ ദൈവം ഏൽപ്പിച്ചതുപോലെ നമ്മുടെ കയ്യിലും കുറച്ച് കാര്യങ്ങളൊക്കെ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. उस स्त्री के हाथों में जिस प्रकार यीशु ने हालेलुया उसकी स्त्री के हाथ में जैसे 10 सिक्के सौंपे गए थे वैसे ही परमेश्वर ने हमारे हाथों में भी कुछ बातें सौंपी हैं। പ്രിയരേ, നമ്മുടെ കയ്യിലെ യേശുവിനെ ദൈവത്തെ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തല്ലേ. हमारे हाथों में दिए गए यीशु को हम कभी भी ना खोए। പ്രിയരേ, ആരാധന ഒരിക്കലും നഷ്ടപ്പെടുത്തല്ലേ. प्रियो हमारे जीवन में दी गई आराधना को हम कभी नष्ट ना करें। അഭിഷേകത്തെ നഷ്ടപ്പെടുത്തരുത്. हमारे अभिषेक को हम नष्ट ना करें। ദൈവ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തരുത്. परमेश्वर की उपस्थिति को हम नष्ट ना करें। പ്രിയരേ, ആത്മാവിന്റെ ഫലത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ലേ. आत्मा के फलों को हम नष्ट ना करें।
ആത്മാവിന്റെ വരങ്ങളെ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. आत्मा के वरदानों को भी हम कभी नष्ट ना करें। ഒരു വിശുദ്ധ ജീവിതമുണ്ട്, വിശുദ്ധിയെ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തല്ലേ. एक पवित्र जीवन है, उस पवित्रताई को हम अपने जीवन में कभी नष्ट ना करें। വിശ്വാസത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്തല്ലേ. हम विश्वास को कभी नष्ट ना करें प्रियो। നമ്മുടെ ലൈഫിൽ ആർക്കും ഇല്ലാത്ത ചില സാക്ഷ്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. സാക്ഷ്യം ഒരിക്കലും നഷ്ടപ്പെടുത്തി ജീവിക്കരുത്. हमारे जीवन में गवाहियों को प्रभु ने दी है, उन अच्छी गवाहियों को हम कभी नष्ट ना करें। സമർപ്പണം ദൈവം തന്നതാണ്, അതൊരിക്കലും നഷ്ടപ്പെടരുത്. हमारे जीवन में समर्पण को परमेश्वर ने दिया है, उसको कभी हम नष्ट ना करें। നമ്മുടെ ലൈഫിന്റെ അകത്തെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ എഴുതി വെച്ചത്. ഏതാണ്ട് 10 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവം ഇതൊക്കെ നമ്മുടെ ലൈഫിൽ തന്നതാണ്. और लगभग 10 बातों को मैंने आपको बताया है। हालेलुया, ऐसे काफी बातें हैं जो परमेश्वर ने हमारे जीवन में दिए हैं। ആർക്കും കൊടുക്കാത്ത ചില സാക്ഷ്യങ്ങൾ ദൈവം നമ്മുടെ ലൈഫിൽ തന്നിട്ടുണ്ട്. और दूसरे किसी के जीवन में नहीं होगा, मगर ऐसी गवाहियों को प्रभु ने हमारे जीवन में दी है। വീട്ടിലും നാട്ടിലും സഭയിലും എല്ലാം സാക്ഷ്യം സൂക്ഷിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. जो अपने घर में हो, हालेलुया, अपने देश में हो, कलीसिया में हो, हालेलुया, जो अपनी गवाहियों को संभालते हैं, सुरक्षित रखते हैं, उनके लिए मैं धन्यवाद करता हूँ। സമർപ്പണമുള്ള എല്ലാ മനസ്സുകൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. जितने मनों में एक समर्पण का भाव है, उनके लिए मैं प्रभु का धन्यवाद करता हूँ। ഒരിക്കലും ഒന്നിന്റെ മുമ്പിലും നമ്മുടെ വിശ്വാസത്തെ അടിയറവ് വെക്കല്ലേ. किसी भी बातों के सामने हम अपने विश्वास को ना खोएं। ലോകവുമായിട്ട് ഒരിക്കലും വിശ്വാസത്തിന്റെ പേരിൽ കോംപ്രമൈസ് ചെയ്യില്ലേ. इस दुनिया के साथ हमारे विश्वास के नाम पर हम किसी भी बात में समझौता ना करें। വിശുദ്ധി വിട്ട് നമ്മൾ എങ്ങും ഇടപെടല്ലേ. पवित्रताई को छोड़कर हम कहीं ना जाएं। ആത്മാവിന്റെ വരത്തിന്റെ അകത്ത് എന്തൊക്കെയുണ്ട് ഒന്നും നാം നഷ്ടപ്പെടുത്തരുത്. आत्मा के वरदानों में जो जो बातें हैं, उसमें से एक भी हम नष्ट ना करें। ആത്മാവിന്റെ ഫലത്തിൽ ഒത്തിരി കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ടല്ലോ. आत्मा के फलों में भी बहुत सारी बातें पवित्र शास्त्र में दी गई है। അകത്ത് സ്നേഹമുണ്ട്, ആദ്യ സ്നേഹമുണ്ട്. ഇതൊന്നും ദൈവമക്കൾ നഷ്ടപ്പെടുത്തരുത്. उसमें प्रेम है, पहला प्रेम है। ऐसा कुछ भी हम अपने जीवन में नष्ट ना करें। മോശ പറഞ്ഞല്ലോ, ദൈവമേ അങ്ങയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാൻ പോകത്തില്ല. मूसा ने कहा कि है परमेश्वर, तेरी उपस्थिति मेरे साथ ना आए तो मैं नहीं जाऊंगा। ആർക്കും കൊടുക്കാത്ത ദൈവ സാന്നിധ്യമൊക്കെ ദൈവം നമ്മുടെ ലൈഫിൽ തന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തില്ലേ. देखो, दूसरे के जीवन में बेशक नहीं होगा, मगर परमेश्वर ने हमें परमेश्वर की उपस्थिति दी है, उसको हम नष्ट ना करें। കിടന്ന ദാവീദിനെ കൊട്ടാരത്തിൽ എത്തിച്ചത് അഭിഷേകമാണ് പറയുന്നത്. जंगल में रहने वाले उस दाऊद को अभिषेक के द्वारा अभिषेक ने उसको राजमहल में पहुंचाया। നമ്മുടെയൊക്കെ ലൈഫിൽ ദൈവം തന്ന ഒരു അഭിഷേകമുണ്ട്, അതൊരിക്കലും നഷ്ടപ്പെടുത്തില്ലേ. प्रियो, हमारे जीवन में परमेश्वर ने एक अभिषेक दिया है, उसको हम कभी नष्ट ना करें। അബ്രഹാമിനെ മഹാസമ്പന്നനാക്കിയത്, അബ്രഹാമിനെ അബ്രഹാമാക്കിയത്, അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കിയതൊക്കെ നിഷ്കളങ്കമായുള്ള ഒരു ആരാധനയാണ് തന്റെ ജീവിതത്തിൽ. और अब्राहम के जीवन में हालेलुया, अब्राहम को हालेलुया जो विश्वासियों का पिता बनाया, हालेलुया, जो अनुग्रह उसे मिला है, जो धन संपत्ति आशीष जो प्रभु ने उसको दी है, उसके जीवन की निष्कलंकता के द्वारा उसको मिल दिया गया है। ആരാധനയൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. उस निष्कलंक आराधना के द्वारा मिला है, उस आराधना को हम अपने जीवन में नष्ट ना करें। പലരും കല്ലിനെയും മുള്ളിനെയും മരത്തെയും മൃഗത്തെയും ആരാധിച്ച് നടക്കുമ്പോൾ ജീവനുള്ള ഒരു യേശുവിനെ നമുക്ക് ആരാധിക്കാൻ പറ്റിയല്ലോ. യേശുവിനെ നമ്മുടെ ലൈഫിൽ ദൈവം തന്നല്ലോ. ആ കർത്താവിനെ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല നമ്മുടെ ലൈഫിൽ. जब अनेक लोग हालेलुया पेड़ों की, पत्थरों की और इस प्रकार मूर्तियों की आराधना करते हैं, मगर उस जीवित यीशु की आराधना करने का सौभाग्य जो हमें मिला है, हम उस यीशु को अपने जीवन में कभी ना खोएं। ആ സ്ത്രീയുടെ കയ്യിൽ 10 ദ്രഹ്മ ആ വിവാഹത്തിന് മുമ്പ് കൊടുത്തിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ തന്ന ചില കാര്യങ്ങളാണ്. അതിൽ ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നും നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകരുത്. प्रियो, उस स्त्री के हाथ में मगनी के समय जिस प्रकार 10 सिक्के दिए गए थे, वैसे ही हमारे हाथों में भी ऐसी कुछ हालेलुया 10 बातें या काफी चीजें दी गई हैं। उसमें कुछ बातों को जो मैंने आपको बताया, हम इनमें से कोई भी नष्ट ना करें। ആ ഒരു ദ്രഹ്മ കാണാതെ പോയി അവരുടെ ലൈഫിൽ. यहाँ पर हम देखते हैं स्त्री के हाथ से एक सिक्का जो है वो खो जाता है। ശരിക്കും ഹല്ലേലൂയ, അവളുടെ ജീവിതത്തിൽ അശ്രദ്ധപരമായുള്ള ലൈഫ് നയിച്ച ഒരു വ്യക്തിയായിരുന്നു. देखो, उसके जीवन में हम देखते हैं उसने हालेलुया ध्यान पूर्वक एक जीवन नहीं था जो वो जी रही थी, ഒരു വിലപ്പെട്ട ഒരു കാര്യമാണ് ദൈവം അവിടെ ലൈഫിൽ കൊടുത്തത്. क्योंकि काफी कीमती एक चीज को परमेश्वर ने उसके हाथों में दिया था। അവിടുത്തെ സിസ്റ്റങ്ങളൊക്കെ അറിയാവുന്ന ഒരു वहां के रीति रिवाजों को अच्छे से जानने वाली एक बहन है ये। അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിന്റെ പരിണത ഫലം എന്താന്നൊക്കെ അവർക്ക് അറിയാം.
और ये स्त्री अच्छे से जानती भी है कि ये सिक्का यदि खो जाए तो उसका क्या हालेलुया उसका क्या प्रतिक्रिया होने वाला है। അശ്രദ്ധമായുള്ള ഒരു ജീവിതമായിരുന്നു. देखो ध्यानपूर्वक एक जीवन नहीं था जो वो जी रही थी। ഈ ദിവസങ്ങളിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് इन दिनों में यीशु मसीह को उद्धार करता स्वीकार करते हुए ആ മധ്യാകാശത്തിൽ മണവാളനുമായിട്ടുള്ള ആ വലിയ ഒരു അനുഭവത്തിനായി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് उस मध्य आकाश में उस दुल्हे के इंतजार में हालेलुया इंतजार करने वाले परमेश्वर के लोगों से അശ്രദ്ധമായ ഒരു ജീവിതം നാം നയിക്കരുത്. मैं कहना चाहता हूं कि हम हालेलुया एक हालेलुया ध्यान पूर्वक एक जीवन हम जरूर जिए। 2020, 19, 18 നമ്മുടെയൊക്കെ ലൈഫിൽ നാം അശ്രദ്ധമായി പോയ അനുഭവങ്ങളുണ്ട്. 2000 हालेलुया 1900 2018 हो उन सभी वर्षों में हम बहुत बार ध्यान पूर्वक नहीं जिए हैं। ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾക്കകത്ത് ബോധമില്ലാതെ ജീവിച്ചൊരു കാലങ്ങളുണ്ട്. ऐसा समय हमारे जीवन में आया है कि जो परमेश्वर ने हमें सौंपा था उन चीजों पर हमने ध्यान नहीं लगाया है। ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു കാണും. बहुत सारी चीजें हमारे जीवन में नष्ट हो चुकी होगी। പക്ഷേ ഈ 2021 വളരെ ശ്രദ്ധാപൂർവം ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. मगर इस 2021 में बड़े ध्यान पूर्वक जीने के लिए परमेश्वर हमारी सहायता करने पाए, കാര്യം നമ്മുടെ യേശുവിന്റെ വരവ് അടുത്തിരിക്കുന്നു. क्योंकि हमारे यीशु का आगमन काफी निकट है। അന്ന് അവർക്കത് നഷ്ടപ്പെട്ടു. देखो उस दिन उस स्त्री के हाथ से वो नष्ट हो गया അവരുടെ അശ്രദ്ധപരമായ ജീവിതമാണ് അവൾ സമ്മതിച്ചു. और उन्होंने उस स्त्री ने ये मान लिया कि मैंने एक ध्यान पूर्वक जीवन नहीं जिया है। വിളക്ക് കത്തിച്ച് കയ്യിൽ ഒരു ചൂലൊക്കെ പിടിച്ച് അവൾ വീടിന്റെ അകത്ത് അത് തപ്പാൻ തുടങ്ങി. देखो अब हाथ में दिया जलाकर हालेलुया झाड़ू लेकर अब उस पूरे घर में वो खोज रही है। ഇന്നത്തെ തലമുറകളാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ ഇന്നത്തെ കാലം വെച്ച് നോക്കിയാൽ ഇതിനൊന്നും ഒരു സമയമില്ല. प्रियो आज के इस दौरान में आज के संदर्भ में देखा जाए तो हमें ऐसे ढूंढने के लिए भी समय हमारे पास नहीं ഇന്ന് है। ഒരു കാര്യം നഷ്ടപ്പെട്ടാൽ പോകട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു കാലമാണ്. और ऐसे समय में हम आ पहुंचे हैं जब लोग सोचते हैं कि उनके जीवन में यदि कुछ नष्ट हो जाए तो उसको खो देने के लिए ही बोलते कि हाँ उसको नष्ट होने दो, सोचने वाले लोग हैं। അല്ലെങ്കിൽ വേറെ ഒന്ന് മേടിക്കാമെന്നുള്ള ഒരു ചിന്തയാണ്. या फिर हम सोचते हैं कि नहीं तो नया ले लेंगे। പക്ഷെ അന്നത്തെ കാലത്ത് അതിന് തുല്യം അത് മാത്രമേ ഉള്ളായിരുന്നു. मगर पुराने समय में हम देखते हैं जो चीज हमारे पास है उसके तुल्य बताने के लिए केवल वही चीज है और कुछ हम नहीं ले सकते थे। കാര്യം കൊടുത്ത ആൾക്കറിയാം ഞാൻ എന്താ കൊടുത്തത്, ഏതാ കൊടുത്തെന്ന് അറിയാം. क्योंकि जिसने उन चीजों को दिया है, उन सिक्के को दिया है, वो जानता है कि मैंने क्या दिया है और कौन सा दिया है। അത് മാറ്റം വരുത്താൻ പറ്റത്തില്ല. മാറ്റം വരുത്തിയാൽ അവർക്ക് അതറിയാം. देखो उसको हम बदल नहीं सकते हैं, क्योंकि अगर हम बदल दे तो देने वाला व्यक्ति अच्छे से जान लेता है कि क्या है वो। ഇന്നത്തെ കാലത്ത് ഒരു പൈസ പോയെങ്കിൽ വേറൊരെണ്ണം അതിന്റെ അകത്ത് കയറ്റാം. देखो आज का समय होता तो एक सिक्का खो जाता तो दूसरा सिक्का हम डाल सकते हैं। പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇതിനൊന്നും അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല. इसलिए आजकल हम क्या करते हैं, खोजने के लिए तैयार नहीं होते हैं। ഇത് പറയുന്നത് ഒരു പൈസയുടെ കാര്യമല്ല, ദൈവവുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. मैं यहाँ पर किसी पैसों के बारे में नहीं बात कर रहा, मगर परमेश्वर के उस संबंध में जो चीजें हमें दी गई है उस विषय में मैं बात कर रहा हूँ। ദൈവം തന്നത് അതിന് തുല്യമായി വേറൊന്നുമില്ല, അതിന് പകരം കയറ്റാനും പറ്റത്തില്ല. परमेश्वर के प्रियो, परमेश्वर ने जो हमें दिया है उसके तुल्य बताने के लिए और कुछ नहीं है, ना ही उसके बदले में हम कुछ रख सकते हैं। നിങ്ങൾക്ക് ദൈവം തന്ന സാക്ഷ്യം അത് നിങ്ങൾക്ക് മാത്രമായിട്ട് തന്നതാ, അത് നിങ്ങൾക്ക് പകരം കയറ്റാൻ പറ്റത്തില്ല. जो गवाही प्रभु ने आपको दी है वो केवल और केवल आपके लिए प्रभु ने उस गवाही को दी है, उसके बदले में आप कुछ और नहीं रख सकते हैं। അതൊരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. നിങ്ങൾക്ക് തന്ന വിശുദ്ധ ജീവിതം അത് നിങ്ങൾക്ക് മാത്രമായിട്ട് ദൈവം തന്നതാ, അത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. हालेलुया, जो पवित्र जीवन आपको प्रभु ने दिया है वो केवल और केवल आपके लिए परमेश्वर ने दिया है, इसलिए आप उसको नष्ट नहीं कर सकते हो। അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധയോടെ ജീവിക്കാൻ നമുക്ക് പറ്റട്ടെ. इसलिए बहुत ही ध्यान पूर्वक हम अपना जीवन जी सकें। എന്തിനാണ് ജോസഫ് പൊത്തിഫറിന്റെ വീട്ടിൽ നിന്ന് ഓടിയത്? यूसुफ हालेलुया पोतीफिरा के घर से क्यों भागा? കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദൈവദാസന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. पिछले दिन मैं एक परमेश्वर के दास के साथ ऐसे यात्रा कर रहा था। അദ്ദേഹത്തിന്റെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ उनकी गाड़ी में जब मैं यात्रा कर रहा था, അദ്ദേഹം ഒരു മെസ്സേജ് ഇട്ടിരിക്കുക. उन्होंने एक संदेश को अपनी गाड़ी में चला रखा है അപ്പം ഇതിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്, ജോസഫ്. और यूसुफ के बारे में वहां पर प्रचार हो रहा था। അപ്പോൾ ജോസഫ് ഓടിപ്പോൾ അവിടെ അവരുടെ വസ്ത്രം അവർ പിടിച്ചു മേടിച്ചു. और जब यूसुफ वहां से दौड़ भाग रहा था उस समय उसके वस्त्र को उन्होंने छीन लिया। അത് പ്രസംഗിക്കുന്ന ആള് വളരെ തമാശപൂർവ്വം ഒരു കാര്യം പറഞ്ഞു. और जो व्यक्ति जो परमेश्वर के दास प्रचार कर रहे थे बहुत ही मजाक के रूप में उन्होंने ऐसा बताया.
കാര്യം വസ്ത്രം പോയാൽ ഷീമാട്ടിൽ നിന്ന് ഒന്ന് വാങ്ങിക്കാൻ പറ്റും. देखो अगर वस्त्र हालेलुया कपड़े चले जाएं तो अच्छे अच्छे हालेलुया जगह जाकर हम कपड़े दोबारा ले सकते हैं, പക്ഷെ ജീവിതത്തെ ഒരിക്കലും എങ്ങൊന്നും മേടിക്കാൻ പറ്റുന്നില്ല. मगर खोए हुए जीवन को हम दोबारा कहीं पर जाकर खरीद नहीं सकते प्रियो। ഈ ദിവസങ്ങളിൽ പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്താൻ പറ്റാത്ത ചിലതുണ്ട്. और इन दिनों में हमारे जीवन में कुछ चीजें हैं जिसको हम कभी नष्ट नहीं कर सकते। മാർക്കറ്റ് മേടിക്കാൻ പറ്റാത്ത ചിലതുണ്ട്. ऐसी चीजें हैं जो हम बाजार से जाकर खरीद नहीं सकते, അതിനെ വളരെ ശ്രദ്ധാപൂർവം ദൈവമക്കൾ കൈകാര്യം ചെയ്യട്ടെ. इसलिए उन वस्तुओं को बहुत ही ध्यान पूर्वक हम अपने जीवन में उसको सुरक्षित रखें। ഇവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ ഇവരൊരു വിളക്ക് കത്തിച്ച് ഇവർ തപ്പാൻ തുടങ്ങി. यहाँ पर इस स्त्री के हाथ से जो खोया हुआ सिक्का था उसको ढूंढने के लिए एक दिया जलाया और वो ढूंढने लगे। ജീവിക്കുന്ന സ്ഥലം ഇടുക്കമായതുകൊണ്ട് വിശാലതയ്ക്ക് വേണ്ടി പോയ എലീശയുടെ കൂടെയുള്ള പ്രവാശിഷ്യന്മാരെ കുറിച്ച് ബൈബിളിലുണ്ട്. और जहां पर लोग रहते थे वो जगह छोटी होने की वजह से विशालता के लिए हालेलुया मेहनत करने के लिए निकले हुए एलीशा के साथ के उन भविष्यवक्ता चेलों के बारे में हमने पढ़ा है। അവരുടെ കയ്യിൽ ഒരു ആയുധം കോടാലി കാണാതെ പോയതിനെ കുറിച്ച് ബൈബിൾ എഴുതിയിട്ടുണ്ട്. बाइबल में वहां पर लिखा हुआ है कि उसमें से एक व्यक्ति के हाथ में जो कुल्हाड़ी था वो खो गया। പക്ഷെ ആ മനുഷ്യന് എലീശയെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് കാണാതെ പോയെന്ന് പറയാനായിട്ടൊരു സ്ഥലമുണ്ട്. देखो मगर वो व्यक्ति एलीशा को ये बता सकता था कि उसकी कुल्हाड़ी कहां पर खोई है, कहां पर गिरा है। അവനറിയാം യോർദാനിൽ ഏത് സ്ഥലത്താണ് കാണാതെ പോയത്. वो जानता है कि यर्दन नदी में कौन सी जगह है जहां पर उसका कुल्हाड़ी गिरा है। ഈ സ്ഥലം കാണിച്ചു കൊടുക്കാൻ ആ വ്യക്തിക്ക് പറ്റി. देखो वो ठीक जगह जो है वो व्यक्ति दिखा सका है। കൃത്യസ്ഥലം കാണാതെ പോയ സ്ഥലം പറഞ്ഞു കൊടുത്താൽ, നഷ്ടപ്പെടുത്തിയ സ്ഥലം പറഞ്ഞു കൊടുത്താൽ തിരിച്ചു തരാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. देखो हम अपने जीवन में भी जो चीज जहां पर खोई है, यदि हम उस जगह को जहां पर हमारे हाथ से वो चीज खोया है हम बता सकते हैं तो हमारा परमेश्वर जरूर उसको लौटा सकता है प्रियो। ഈ സ്ത്രീയെ സംബന്ധിച്ച് കൃത്യസ്ഥലം പോലും പറയാനില്ല. मगर इस स्त्री के विषय में जब हम देखते हैं तो वो कहां पर वो खोया है इस बात को भी नहीं जानती है। സ്ഥലം പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിലും സ്ഥലം പറഞ്ഞു കൊടുക്കാൻ ഇല്ലെങ്കിലും ഈ ദിവസങ്ങളിൽ ചിലത് തപ്പിയെടുക്കാൻ അന്വേഷിക്കാൻ തയ്യാറായാൽ മടക്കി തരുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. मगर इन दिनों में यदि हम अपने खोए हुए स्थान को हमें मालूम होगा या ना भी होगा, मगर यदि ढूंढने के लिए हम तैयार है तो लौटाने के लिए हमारा परमेश्वर सर्वशक्तिमान है। അവൾ ഒരു വിളക്ക് കത്തിച്ചിരിക്കുക. देखो स्त्री ने एक दिया जलाया है। ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മക്കളെ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിലതൊക്കെ ലൈഫിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. परमेश्वर के प्रियो हमने भी अपने जीवन में हालेलुया ऐसी कुछ बातें नष्ट की हैं। ഈ ദിവസങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ തയ്യാറാകുക. जो कुछ नष्ट हुआ है, खोया है, उसको दोबारा हम खोजने की कोशिश करें। ആദ്യത്തെ ശ്രമമാണ്. പണ്ട് ദാരിദ്ര്യമൊക്കെ പിടിച്ച വീടായതുകൊണ്ട് ഇന്നത്തെ പോലെ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ വിളക്ക് കത്തിച്ചാണ് അതെല്ലാം അന്വേഷിക്കുന്നത്. और पहले का समय था, वहां पर बिजली नहीं हुआ करता था, गरीबी थी, इस वजह से यहाँ पर दिया जलाकर मशाल जलाकर वो ढूंढ रही है। ദിവസങ്ങളിൽ കത്തിക്കേണ്ട വിളക്കൊക്കെ നാം ഒന്ന് കത്തിക്കട്ടെ പ്രിയരെ. इन दिनों में जिस दिए को हमें जलाना है उसे हम जलाएं। പലരുടെയും വിളക്കിലാണെങ്കിൽ മണ്ണെണ്ണ പോലും ഇല്ല. और अनेक लोगों के मशालों में तो तेल भी नहीं है। പലരുടെയും ജീവിതത്തിലാണെങ്കിൽ കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുക. अनेक लोगों के मशालों में अब वो बुझा हुआ जो हालेलुया बत्ती है वो उसमें से धुआं निकल रहा है। പ്രിയരെ, ആ പഴയ അനുഭവങ്ങളൊക്കെ ഒന്ന് മാറ്റുക. पुराने अनुभवों को छोड़ दो प्रियो। ലോകത്തിലെ വെളിച്ചമെന്ന് പറഞ്ഞ യേശു ആയിരിക്കുന്ന വിളക്കിനെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കത്തിച്ചാടെ. इस दुनिया का हालेलुया जो दिया है उस यीशु रूपी दिए को हम अपने जीवन में जलाएं। കാര്യം ആ വെളിച്ചത്തിന് മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. उस प्रकाश के या उस ज्योति के सामने छुपा हुआ कुछ भी नहीं है। എല്ലാം അല്ലയ നേടിയെടുക്കാൻ പറ്റും, കാണാൻ പറ്റും. और हम सब कुछ साफ साफ उस प्रकाश में उस ज्योति में देख सकते हैं। ആദ്യം അവൾ വിളക്ക് കത്തിച്ചു. सबसे पहले उसने दिया जलाया। അല്ലയ അവൾ വീട്ടിൽ അത് തപ്പാൻ തയ്യാറാകുക. वो अपने घर में ढूंढने के लिए तैयार हो जाती है। ദിവസങ്ങളിൽ പലതും നഷ്ടപ്പെടുന്നത് വീടിന്റെ അന്തരീക്ഷത്തിലായിരിക്കാം. इन दिनों में हो सकता है कि हमारे घर के वातावरण में बहुत सारी चीजें खो जाएं। പുറം ലോകത്തുള്ള ആൾക്കാർ കാണാത്ത രഹസ്യാറകളിലായിരിക്കാം പലതും നഷ്ടപ്പെടുന്നത്. हो सकता है कि बाहर के लोग ना देख सकते होंगे, ऐसे छुपे हुए उन हालेलुया जगहों में हमारी आशीषें नष्ट हो रही होंगी। ഈ ദിവസങ്ങളൊക്കെ തപ്പിയെടുക്കാൻ ദൈവമക്കൾ തയ്യാറാകട്ടെ. मगर इन दिनों में हालेलुया खोई हुई चीजों को दोबारा हासिल करने के लिए ढूंढने के लिए तैयार हो जाएं। ഒരു ചൂലെടുത്തു. उसने यहाँ पर एक झाड़ू अपने हाथ में लिया। ഞാൻ പറയുന്നു ഇത് ദൈവത്തിന്റെ വചനമാണ്. मैं कहता हूं कि यह परमेश्वर का वचन है। അല്ലേ ചൂല് കൊണ്ടാണ് വീടിന്റെ അകം നാം ശുദ്ധീകരിക്കുന്നത്.
देखो, एक झाड़ू के सहायता से हम अपने घर के अंदर सफाई करते हैं। നമ്മെ ശുദ്ധീകരിക്കാൻ പറ്റിയ ലോകത്തിലെ ഏറ്റവും വലിയ ഒന്നാണ് വിശുദ്ധ വചനം. प्रियो, वैसे ही इस दुनिया में हम अपने आप को जो शुद्ध कर सकते हैं, हालेलुया, इस दुनिया में सबसे उत्तम चीज है वो परमेश्वर का वचन। വെളിച്ചം കത്തിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. जिन्होंने ज्योति या प्रकाश को अपने जीवन में जलाया है उनके लिए मैं धन्यवाद करता हूँ। വചനമാകുന്ന ചൂല് കയ്യിൽ പിടിച്ചിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. जिन्होंने वचन रूपी उस झाड़ू को अपने हाथ में लिए हुए हैं उनके लिए मैं प्रभु का धन्यवाद करता हूँ। അവൾ വീടിന്റെ ഒരു മൂലയിൽ നിന്നും ഇങ്ങനെ അടിച്ചു തുടങ്ങി. देखो, एक घर के एक कोने से उसने उसमें झाड़ू लगाना शुरू किया। 2021 യേശുവാകുന്ന വെളിച്ചത്തെ കത്തിച്ച് ജീവിതത്തിന്റെ അകത്ത് ദൈവവചനമാകുന്ന ചൂലുകൊണ്ട് ശുദ്ധീകരിക്കാൻ തുടങ്ങിയ ദൈവമക്കൾക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. इस 2021 में हालेलुया उस यीशु रूपी दिए को अपने जीवन में जलाकर, हालेलुया, आमीन, हालेलुया, इस वचन रूपी झाड़ू को अपने हाथ में लिए हुए लोगों के लिए मैं प्रभु का धन्यवाद करता हूँ। ഇത് ഞാൻ ഇന്നലെ പഠിക്കുമ്പോൾ ഞാൻ ഇന്നലെ എന്റെ ചെറിയ പ്രായത്തിൽ ഞങ്ങളുടെ ആ മിനിസ്ട്രിയുടെ തുടക്ക സമയത്തൊക്കെ നടന്ന ചില സംഭവങ്ങൾ ഞാൻ ഓർത്തു. और कल जब मैं इन वचनों को पढ़ रहा था तो मेरे सेवकाई के शुरुआती समयों में जो घटनाएं घटी थी उसको मैं याद कर रहा था। ഞങ്ങള് ഒരു സ്ഥലത്തൂടെ ഞാനും എന്റെ ഒരു കൂട്ടുസുഹൃത്തും വരുമ്പോൾ और मैं और मेरा साथी हम जब एक जगह से आ रहे थे, വലിയ മദ്യപാനി താൻ ഒരു ലൈറ്റും വെട്ടത്തിരുന്നുകൊണ്ട് എന്തൊക്കെയോ വഴിവിളക്കിൽ നിന്നുകൊണ്ട് തപ്പുവാണ്. तो हालेलुया एक बहुत बड़ा शराबी, हालेलुया, वो उस स्ट्रीट लाइट के नीचे खड़े होकर कुछ चीजों को ढूंढ रहे थे। അപ്പം ഞങ്ങൾക്ക് അറിയാവുന്ന ആളായോണ്ട് ചോദിച്ചു എന്താ തപ്പുന്നത്. हम उस व्यक्ति को जानते थे, हमने उनसे पूछा कि आप क्या ढूंढ रहे हो, क्या खोज रहे हो। അപ്പൊ അദ്ദേഹം പറഞ്ഞു പൈസ തപ്പുക. तो उन्होंने बोला कि मैं अपना पैसा जो है मेरा खो गया है, मैं उसको ढूंढ रहा हूँ। ഞങ്ങളും അവിടെ പുള്ളിയുടെ കൂടെ നിന്ന് നോക്കി. हम भी वहां पर खड़े होकर उस पैसे को ढूंढने लगे। കയ്യിൽ 2 ചെരുപ്പുണ്ട്, കാലിൽ 2 ചെരുപ്പുണ്ട്. उस व्यक्ति के हाथ में, वो शराबी था, शराब पी के वो बिल्कुल होश नहीं था, हाथ में 2 चप्पल पहने हुए थे, पैरों में भी 2 चप्पल पहने हुए थे। അപ്പം അദ്ദേഹം പറഞ്ഞു തപ്പി കഴിഞ്ഞപ്പോഴാണ് ചോദിച്ചത്, ഞങ്ങൾ ചോദിച്ചത് എവിടെയാ പോയെന്ന് ഉറപ്പുണ്ടോ. मैंने हालेलुया हम सब ढूंढ रहे थे, उसके बाद उनसे पूछा कि आपको मालूम है कहाँ पर आपका पैसा गिरा है। അദ്ദേഹം പറഞ്ഞു പോയത് ബാറിന്റെ അവിടെയാ. तो उन्होंने बोला कि पैसा जो गया है वो शराब के उस ठेके के पास गया है। പിന്നെ ഞങ്ങൾ ചോദിച്ചു ഇവിടെ എന്തിനാ തപ്പുന്നേ. तो फिर हमने पूछा कि फिर यहाँ पर क्या खोज रहे हो। പുള്ളി പറഞ്ഞ ഇവിടെയാണ് വെട്ടമുള്ളത്. तो उन्होंने बोला कि यहाँ पर है जहां पर थोड़ी रोशनी है। അങ്ങനെയാണ് പലരും പോയിടത്തല്ല തപ്പുന്നത്. है बहुत लोग ऐसे ही है प्रियो, जहां पर खोया है वहां पर नहीं ढूंढते। പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അന്നേരം ചോദിച്ചു ഈ 2 ചെരുപ്പിന്റെ കാര്യം ചോദിച്ചു. तो हमने फिर पूछा कि ये 2 चप्पल क्यों पहना हुआ है। അപ്പം ഇത് 4 ദിവസം മുമ്പ് കാണാതെ പോയ ചെരുപ്പാണ്, അത് ഈ തപ്പി വന്നപ്പോ കിട്ടിയതാണ്. तो उन्होंने बोला कि 4 दिन पहले ये चप्पल 2 खो गए थे मेरे यहाँ पर, और आज जब मैं यहाँ पर पैसा ढूंढ रहा था तो मुझे चप्पल मिल गए। അതാണ് പ്രിയരെ, ചില കാര്യങ്ങൾ നമ്മൾ തപ്പാൻ ഇറങ്ങുമ്പോൾ നഷ്ടപ്പെട്ടു പോയ പലതും തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. प्रियो, इसी प्रकार है जब हम अपने खोए हुए चीजों को ढूंढने के लिए निकलते हैं तो पहले जो कुछ खोया होता है वो भी हमें मिल जाता है। ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ചില പ്രധാന കാര്യങ്ങൾ നാം തപ്പാൻ ഇറങ്ങുമ്പോൾ നഷ്ടപ്പെട്ടു പോയ പലതും നമ്മുടെ ലൈഫിൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. और इन दिनों में हालेलुया जो कुछ हम नष्ट हुए चीजों को खोजने के लिए, ढूंढने के लिए जब हम निकलते हैं तो पहले भी नष्ट हुए चीजें हमारे जीवन में लौट आ जाती है। വീട് മൊത്തം അടിച്ചു വരാൻ തുടങ്ങി. यहाँ पर ये पूरे घर में झाड़ू लगाने लगी। അവിടെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടു കിട്ടും വരെ അവൾ അന്വേഷിച്ചു. वचन कहता है कि जब तक वो पैसा ना मिल जाए तब तक वो लगातार खोजती रही। കണ്ടു കിട്ടും വരെ തപ്പുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. जब तक मिल ना जाए तब तक खोजने वाले लोगों के लिए मैं प्रभु का धन्यवाद करता हूँ। 1 മണിക്കൂർ കൊണ്ട് കിട്ടിയില്ലെങ്കിൽ 2ാമത്തെ മണിക്കൂറിലേക്ക് പോകുന്നവർക്കായി. जो लोग 1 घंटे में ढूंढ कर उनको नहीं मिलता तो दूसरे घंटे भी खोजने के लिए जो लोग तैयार हैं। 1 ദിവസം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ 2ാം ദിവസം പിന്നെയും അന്വേഷിക്കുന്നവർക്കായി. पहले दिन में अगर ढूंढ कर ना मिले तो दूसरे दिन भी खोजने वाले लोगों के लिए धन्यवाद करते हैं। മാസങ്ങൾ കഴിഞ്ഞു പോയാലും അത് കിട്ടുന്നവരെ തപ്പിയെടുക്കുന്നവർക്കായി, അന്വേഷിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. महीने भी क्यों ना बीत जाए, यदि हालेलुया उसके बावजूद भी जो लोग ढूंढने के लिए, खोजने के लिए तैयार रहते हैं उनके लिए मैं परमेश्वर का धन्यवाद करता हूँ। ആ സ്ത്രീക്ക് അതിന്റെ മൂല്യത അറിയാമായിരുന്നു. सबसे पहली बात है ये स्त्री उस सिक्के की कीमत को या मूल्यता को जानती है। 2 അത് ആരുടെ കയ്യിലാ കൊടുക്കേണ്ട കാര്യം അവൾക്കറിയാമായിരുന്നു. और दूसरी बात ये स्त्री जानती थी कि मुझे ये किसके हाथों में ये इसको लौटाना है।
അതുകൊണ്ട് അത് തപ്പിക്കിട്ടുന്നത് വരെയും അവൾ അന്വേഷിക്കാൻ തയ്യാറായി. इसलिए जब तक उसको वो सिक्का ना मिला तब तक वो ढूंढती ही रही। അന്വേഷിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. इस प्रकार इन दिनों में जो लोग ढूंढते हैं उनके लिए मैं प्रभु का धन्यवाद करता കണ്ടെത്തും हूँ। വരെ അന്വേഷിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. जब तक ना मिले तब तक ढूंढने वाले लोगों के लिए मैं धन्यवाद करता हूँ। ഇന്ന് തീരുമാനിക്കുക, കണ്ടെത്തും വരെ ചിലത് ഞാൻ അന്വേഷിക്കാൻ തയ്യാറാണ്. आज आप निर्णय लें कि जब तक मुझे ना मिले तब तक मैं ढूंढता रहूंगा। അന്വേഷിക്കുന്നവൾ രണ്ട് കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്. ढूंढने वाले स्त्री के हालेलुया दो बातें हैं जो वहां पर बताई गई हैं। സൂക്ഷ്മതയോടെ അന്വേഷിച്ചു. देखो बड़े ध्यान पूर्वक उसने ढूंढा। അന്വേഷിക്കുന്നവർ ഇതിൻ്റെ അകത്തോണ്ട് പറയലേ, हालेलुया ऐसे भी लोग हमारे बीच में है जो लोग ढूंढ रहे हैं। ആർക്കാണ്ടൊക്കെ വേണ്ടി അന്വേഷിക്കുന്നവരുണ്ട്. देखो किसी ना किसी के लिए ढूंढने वाले लोग, പക്ഷെ സൂക്ഷ്മതയോടെ അന്വേഷിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. मगर जो लोग बड़े ध्यान पूर्वक अपने लिए ढूंढ रहे हैं उनके लिए मैं धन्यवाद करता हूँ। ഹല്ലേലൂയ. അങ്ങനെ അവൾ അത് കണ്ടെത്തി. इस प्रकार उस स्त्री को वो सिक्का मिल गया। ഉടനെ അവർ കൂട്ടുകാരികളെയും അയൽവക്കക്കാരികളെയും വിളിക്കുന്ന പറയുന്നത് അവിടെ എഴുതി. फिर वो वचन कहता है कि एकदम से फिर जाकर वो अपने सखियों को अपने पड़ोसनियों को वो इकट्ठा करती है। ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, കാണാതെ പോയ ദ്രഹ്മയെ കിട്ടിയിരിക്കുക. फिर वो बोलेगी कि जो सिक्का खो गया था अब वो मुझे मिल गया है, എന്നോട് കൂടെ സന്തോഷിപ്പിൻ. मेरे साथ आनंद करो। നമ്മുടെ ഈ പ്രാവശ്യത്തെ തീം തന്നെ ഇത് ഇയർ ഓഫ് ജുബിലേഷനെ കുറിച്ച് നാം സംസാരിച്ചിരിക്കുന്നത്. और हमारे इस साल का जो थीम है खुशियों का एक साल, उसके बारे में हमने बात किया है। ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടു പോയതിനെല്ലാം തിരിച്ചു കിട്ടുന്ന സമയങ്ങളാണ്. इन दिनों में जो कुछ नष्ट हुआ है सब कुछ हमें वापस मिलने जा रहा ചിലത് है। അന്വേഷിച്ചിറങ്ങുമ്പോൾ പുതിയ ചിലതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കയറി വരാൻ പോകുക. कुछ चीजों को जब हम ढूंढ कर निकलेंगे तो नई नई चीजें भी उसके साथ हमें मिलने जा रही हैं। അവള് അത് നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടിയപ്പോൾ എല്ലാവരോടും ചേർന്ന് സന്തോഷിക്കാൻ തയ്യാറായി. देखो जो चीज उसके जीवन में खो गया था जब उसको दोबारा मिला तो वो सबके साथ आनंद मनाने लगी। 2021 ചില വ്യക്തികളെ നോക്കി, ചില കുടുംബങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കുക. 2021 कुछ व्यक्तियों को, परिवारों को देखकर आत्मा में भविष्यवाणी करता हूँ। നഷ്ടപ്പെട്ടു പോയ എല്ലാം തിരിച്ചു കിട്ടി, പുതിയതൊക്കെ കിട്ടി, ഒരു വലിയ സന്തോഷത്തിന്റെ ദിനങ്ങളായി ചില വ്യക്തികളുടെ ലൈഫിൽ, ചില കുടുംബങ്ങളുടെ ലൈഫിൽ ഈ വർഷത്തെ ദൈവം തീർക്കാൻ പോകുന്നു. कुछ व्यक्तियों के, परिवारों के जीवन में इस 2021 में हालेलुया जो चीजें खो गई थी, हालेलुया उन चीजों को और नई नई बातों को परमेश्वर वापस देने जा रहे हैं। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. आमेन। ബൈബിൾ പറയുന്നു, ഇവൾ വിളിച്ചപ്പോൾ കൂട്ടുകാരികളുണ്ട്, बाइबल कहती है कि इसके काफी सखियां हैं, അയൽവക്കക്കാരുണ്ട്. काफी पड़ोसनियां हैं। ഈ ദിവസങ്ങളിൽ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ചില വാക്കുകളാണ്. ये कुछ काफी महत्वपूर्ण बातें हैं जो हमें ध्यान देना है। നമുക്ക് നമ്മുടെ അയൽവക്കത്തുള്ളവരുടെ വീട്ടിലെ പേര് പോലും അറിയത്തില്ല. हम अपने पड़ोसियों के घर में जो लोग रहते हैं उनका नाम तक नहीं जानते। യേശു പറയുന്ന ആ കാലത്തിലെ അയൽവക്കക്കാരുമായിട്ടുള്ള ബന്ധമൊക്കെ അത്ര അനുഗ്രഹമായിരുന്നു. देखो यीशु के कहे हुए उस समय में, उस युग में अपने पड़ोसियों के साथ उन लोगों का रिश्ता जो है उतना गहरा होता था। ഇന്ന് നമ്മുടെ പല അയൽവക്കക്കാരും നമ്മുടെ നാശം കാണാൻ കൊതിക്കുന്നവരാ. आजकल हमारे अनेक पड़ोसी लोग हमारे नाश विनाश को देखने के ताक में रहते हैं। ഇൻകേസ് അവർ വന്നാൽ പോലും നമ്മുടെ കൂടെ സന്തോഷിക്കത്തില്ല. देखो अगर इनकेस वो आ भी जाए हमारे घर में, मगर हमारे साथ वो आनंदित नहीं हो सकते। അന്നത്തെ കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാ. मगर उस समय में, यीशु के समय में जो लोग हालेलुया साथी लोग जो बोलते हैं वो बहुत ही साथ में खुशियां मनाने वाले लोग होते हैं। ഇന്ന് പലരും ചിരിക്കുമ്പോഴും അകത്തോടെ അല്ലിയ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. मगर हालेलुया आजकल हम देखते हैं हमारे साथ हंसते तो हैं मगर अपने मन में और कुछ बातें सोचते हैं। പ്രിയരേ, ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥതയുള്ള കൂട്ടുകാരെ തിരഞ്ഞെടുക്കട്ടെ. इन दिनों में हम अच्छे सखियों को हम चुने। നമ്മൾ അതിൽ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. जब हम अपने साथियों को चुनते हैं तो 3 बातें हमें ध्यान देनी है। ആ വ്യക്തിയെ കൊണ്ട് എനിക്ക് ഏതെങ്കിലും ആത്മീയ പ്രയോജനമുണ്ടോ? सबसे पहली बात हमें देखना है, जिस व्यक्ति को मैं अपना साथी बना रहा हूं उस व्यक्ति के द्वारा क्या मुझे कोई आत्मिक उन्नति होगी या नहीं, അതോ എന്റെ ആത്മീയ മേഖലയെ നഷ്ടപ്പെടുത്തുന്ന വ്യക്തിയാണോ? या फिर मेरे आत्मिक जीवन को नष्ट करने वाला वह व्यक्ति होगा। ഈ ദിവസങ്ങളിൽ എത്ര വലിയ ബന്ധമാണെങ്കിലും അല്ലിയ നമ്മൾ ചിലതിനെ അറിഞ്ഞു വേണം കൈ കൊടുക്കാൻ. इन दिनों में कितना बड़ा रिश्ता भी क्यों ना हो, हालेलुया हम इन बातों को समझकर जानकर ही उनके साथ हाथ मिलाएं। ഹല്ലേലൂയ. हालेलुया। അല്ല, ഇവര് വിളിക്കുമ്പോൾ വരാൻ കൂട്ടുകാരുണ്ടായിരുന്നു. देखो जब ये स्त्री बुला रही है तो उनके काफी सखियां थी जो आने के लिए तैयार है। ഇവര് വിളിക്കുമ്പോൾ വരാൻ അയൽവക്കക്കാരുണ്ടായിരുന്നു. देखो इस स्त्री के बुलाने पर आने के लिए वहां पर काफी पड़ोसनियां भी थी। പ്രിയരെ, ദൂരത്തുള്ള ബന്ധുമിത്രാദികളെക്കാൾ നല്ലതല്ലേ അയൽവക്കത്തുള്ള അയൽവക്കാർ?
प्रियो, काफी दूर रहने वाले हमारे रिश्तेदारों से तो काफी उत्तम है हमारे आस पड़ोस में रिश्तेदारों से तो काफी उत्तम है हमारे आस पड़ोस में रहने वाले पड़ोसियां। അയൽപക്കങ്ങൾ, കൂട്ടുകാർ ഈ വാക്യങ്ങളിലുണ്ട്. देखो, सखियां, पड़ोसियां, ये सब इन शब्द वचन में हम देख सकते हैं। നാം വിളിക്കുമ്പോൾ അവർ വന്നു, जब हमने बुलाया तब वे लोग आ गए, ചേർന്ന് സന്തോഷിക്കാൻ പറ്റി. हमारे साथ हम एक साथ आनंदित हो पाए हैं। ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്ന എല്ലാ ബന്ധങ്ങളെയും ഏറ്റവും നന്നായി പ്രാർത്ഥിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയട്ടെ. इस दुनिया में परमेश्वर के दिए हुए हर एक रिश्तों को हम बहुत ही प्रार्थना पूर्वक उसको कायम रखें। രക്തബന്ധങ്ങളും കൂട്ടുകാരും അയൽവക്കങ്ങളെല്ലാം ദൈവം നമുക്ക് തന്നതാണ്. ഈ ദിവസങ്ങളിൽ ഈ സ്ത്രീയെ പോലെ അവർ വിളിച്ച വരുന്നതും കൂടെ സന്തോഷിക്കുന്ന ആ ലെവലിലാണ് ഇവർ ഈ ബന്ധം സൂക്ഷിച്ചതുപോലെ നമുക്കിതെല്ലാം സൂക്ഷിക്കാൻ കഴിയട്ടെ. हालेलुया, हमारे रिश्तेदार हो, हमारे आस पड़ोसी हो, हमारे दोस्त हो, इन सबको जिस प्रकार हालेलुया स्त्री ने एक अच्छा रिश्ता कायम रखा, वैसे ही हम भी अपने लोगों के साथ अच्छा रिश्ता कायम रखे। हालेलुया, जैसे ही तभी जैसे इसने बुलाया, बुलाते ही आए, वे लोग भी आने पाए। അത് കണ്ടു കിട്ടിയപ്പോൾ എല്ലാവരും ചേർന്ന് സന്തോഷിച്ചു. जब वो सिक्का उन्हें दोबारा मिल गया तो वे सब लोग एक साथ आनंदित हुए, मगन हुए। ഹല്ലേലൂയ. हालेलुया। ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരു നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയ ഒരു സന്തോഷിക്കുന്ന, ചിലതിന്റെ മടങ്ങിവരവിൽ സന്തോഷിക്കുന്ന, ചില പുതിയ കാര്യങ്ങൾ ദൈവം തന്നതിൽ സന്തോഷിക്കുന്ന ഒരു നാളുകളാക്കി കർത്താവ് മാറ്റാൻ പോകുന്നു. और इन दिनों में हालेलुया जो कुछ नष्ट हुआ है, जो कुछ खोया है, उसको दोबारा हासिल करते हुए परमेश्वर में आनंदित होने के समय और दिन आने वाले दिनों में होंगे। കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ പ്രിയരെ. परमेश्वर आप सबों की सहायता करने पाए। എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. एक पल सब अपनी आंखों को बंद करें। ഞാൻ ഈ ദൈവത്തിന്റെ വചനമായിട്ട് കഴിഞ്ഞ രാത്രി ഇരിക്കുമ്പോൾ कल रात जब मैं परमेश्वर के वचन को लेकर बैठा था, കർത്താവ് എന്നോട് പറഞ്ഞു, परमेश्वर ने मुझसे कहा, ചില വ്യക്തികളിൽ, ചില കുടുംബങ്ങളിൽ कुछ व्यक्तियों में, कुछ परिवारों में ഇതുപോലെ ഒരു സന്തോഷത്തിന്റെ, എല്ലാവരും ചേർന്ന് സന്തോഷിക്കുന്ന ദിനങ്ങളാക്കി കർത്താവ് മാറ്റാൻ പോകുന്നു. ऐसे हालेलुया परिवार समेत सब लोग मिलकर एक साथ आनंदित होने वाले दिन कुछ लोगों के जीवन में होने जा रहा है करके परमेश्वर ने ചില कहा। മണിക്കൂർ മുമ്പ് ഈ വീട്ടിന്റെ അകത്ത് നഷ്ടങ്ങളുടെ ഒരു വീടായിരുന്നു. देखो, कुछ समय पहले तक उस घर में काफी हालेलुया नष्ट के अनुभव देख सकते थे, ഇപ്പോൾ ഇതൊരു സന്തോഷത്തിന്റെ വീടായി മാറി. मगर अब ये घर जो है खुशियों का, आनंद का एक घर बन चुका है। പ്രിയരെ, നമ്മുടെ വീട്ടിലുള്ള ഒരു വ്യക്തിയും നഷ്ടപ്പെട്ടു പോലെ, മനുഷ്യരാരും നഷ്ടപ്പെട്ടു പോലെ. प्रियो, हमारे घर के कोई भी व्यक्ति हालेलुया, कोई भी लोग नष्ट ना होने पाए। കഴിഞ്ഞ കാലങ്ങളൊക്കെ ഞാൻ പലരോടും പല കാര്യങ്ങളും സംസാരിച്ചു. पिछले दिनों में मैंने काफी लोगों से काफी बातें करी, വളരെ സമയമെടുത്തവരോട് ഞാൻ സംസാരിച്ചു. काफी समय लेकर मैंने लोगों से बात की है। നിങ്ങൾ ഒത്തിരി ഉപവസിക്കണം, നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ വ്യക്തി നഷ്ടങ്ങൾ വരുന്നത് കർത്താവ് കാണിക്കുന്നു. मैंने बताया उनको कि हालेलुया आप समय निकाल कर उपवास करें, प्रार्थना करें, क्योंकि उनके परिवारों में व्यक्तियों को नष्ट होते हुए मेरे को परमेश्वर ने दिखाया था। പലരും പല വാക്കുകളൊക്കെ മറികടന്നു പോയി. मगर अनेक लोगों ने हालेलुया अनेक बातों को नहीं सुना। ഇന്ന് എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, आज मुझे सुनने वाले हालेलुया परमेश्वर में आशीषित लोगों, ഒരാൾ പോലും നഷ്ടപ്പെടല്ലേ. यह एक भी व्यक्ति नष्ट ना होने पाए। ദൈവം തന്ന ഒരു സമ്പത്ത് പോലും നഷ്ടപ്പെടല്ലേ. परमेश्वर के दिए हुए एक भी संपत्ति नष्ट ना होने पाए। ദൈവം തന്ന ഒരു ആത്മീയ നന്മ പോലും നഷ്ടപ്പെടല്ലേ. परमेश्वर का दिया हुआ कोई भी हालेलुया आत्मिक आशीषें नष्ट ना होने पाए। ഒരിക്കലും കെയർലെസ് ആയിട്ട് അശ്രദ്ധമായി ജീവിക്കല്ലേ. हम कभी भी एक हालेलुया केयरलेस रूप में ना जिए। ഈ വർഷം ദൈവത്തിൽ നമുക്കൊന്ന് ഉറക്കാം. इस साल हम प्रभु में और दृढ़ हो जाएं। കർത്താവിനോട് പറയുന്നു, परमेश्वर मुझसे कहते हैं, നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ, जो कुछ नष्ट हुए अनुभव जो हैं, ആ വീടിനെ ദൈവം സന്തോഷത്തിന്റെ വീടാക്കി മാറ്റിയതുപോലെ, जिस प्रकार परमेश्वर ने उस घर को हालेलुया खुशियों के घर में रूप में बदल दिया, തകർച്ചകളുടെ ഒക്കെ ചില വ്യക്തികളെ, ചില കുടുംബങ്ങളുടെ ലൈഫിനെ ദൈവം ഭയങ്കര സന്തോഷമാക്കാൻ പോകുന്നു. इस प्रकार हालेलुया नष्टों को सहे हुए कुछ व्यक्तियों के जीवन में परमेश्वर हालेलुया काफी खुशियां देने जा रहे हैं। നിങ്ങളുടെ മക്കളെ എല്ലാം അനുഗ്രഹിക്കുന്നു. पिता परमेश्वर आपके बच्चों को हम आशीषित करते हैं। വ്യക്തിപരമായി യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. व्यक्तिगत रूप से हर एक परिवारों को हम आशीषित करते हैं। കുടുംബപരമായി യേശുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. पारिवारिक रूप से हम हर एक लोगों का नाम लेकर आशीषित करते हैं। എല്ലാവരെയും സഹായിക്കപ്പാ. परमेश्वर आप हर एक लोगों की सहायता करें। യേശു ആകുന്ന വിളക്കിനെ ഒരു കൈ പിടിച്ചുകൊണ്ട്, यीशु रूपी हालेलुया उस दिए को एक हाथ में लिए हुए, കർത്താവേ വചനമാകുന്ന ചൂലിനെ ഒരു കൈയിൽ പിടിച്ചുകൊണ്ട്, वचन रूपी उस झाड़ू को दूसरे हाथ में लिए हुए,
ജീവിതം മുന്നോട്ട് നയിക്കാൻ കർത്താവ് സഹായിക്കണമേ. जीवन आगे ले चलने के लिए प्रभु आप सहायता करें। സന്തോഷത്തിന്റെ ദിനങ്ങളാക്കി മുന്നോട്ട് കർത്താവ് തീർക്കണമേ. खुशियों के दिन के रूप में आगे के दिन हमें दे प्रभु जी। യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. यीशु के नाम में हम आशीषित करते हैं। യേശുവിൻ നാമത്തിൽ തന്നെ. यीशु के नाम में ആമേൻ. आमेन।